സെപ്റ്റംബർ 5 അധ്യാപക ദിനം ആണല്ലോ. ഈ അധ്യാപക ദിനം നാം ആഘോഷിക്കുന്നത് ആരുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് എന്ന് ഓർമ്മയുണ്ടല്ലോ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അദ്ദേഹം ഒരു എഡ്യൂക്കേഷനിസ്റ്റ് ആയിരുന്നു ഇന്ത്യയിലെ. അതുപോലെ തന്നെ അദ്ദേഹം ഇന്ത്യയുടെ പ്രസിഡന്റ് പദവിയിൽ മനോഹരമായി കാലം പൂർത്തിയാകുവോളം പ്രസിഡന്റായിരുന്ന മാന്യദേഹം കൂടിയാണ്. അപ്പൊ എന്തായിരുന്നു ഈ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ദിവസത്തെ അധ്യാപക ദിനമായി ആഘോഷിക്കാൻ കാരണം? അദ്ദേഹം വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്നു, അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ, അതായത് ആ മേഖലയിൽ സ്വന്തം കർമ്മപദം വെട്ടിത്തെളിച്ച് സ്വന്തം മുദ്ര ചാർത്തി കടന്നുപോയ ഒരു മഹാരഥനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ പറ്റി വേണമെങ്കിൽ നമുക്ക് രവീന്ദ്രനാഥ ടാഗോർ, നമ്മുടെ രാജ്യത്തേക്ക് ആദ്യം നോബൽ പ്രൈസ് കൊണ്ടുവന്ന സാഹിത്യകാരനാണ് രവീന്ദ്രനാഥ ടാഗോർ. നിങ്ങൾക്ക് എല്ലാവർക്കും അതറിയാം. അതായത് ഗീതാഞ്ജലി എന്ന അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് ഗ്രന്ഥത്തിനായിരുന്നു 1913 അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയത്. അപ്പൊ ആ നൊബേൽ പ്രൈസ് കാരൻ തന്നെ വിദ്യാഭ്യാസത്തെ പറ്റി പറയുന്നുണ്ട്, അധ്യാപകരെ പറ്റി പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഒരു വിദ്യാർത്ഥിയെ നിങ്ങളുടെ അറിവിൽ മാത്രം കെട്ടിയിടരുത്. ആ കുട്ടി ജനിച്ചത് മറ്റൊരു കാലഘട്ടത്തിലാണ്, ജീവിക്കേണ്ടതും മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. അപ്പൊ ടാഗോർ എന്താ പറയുന്നത്? ഒരു അധ്യാപകൻ കുട്ടിയെ സ്വന്തം അറിവിൽ കെട്ടിയിടരുത്. അതായത് ഞാൻ ഈ പറയുന്നത് മാത്രമാണ് ഈ മേഖലയിലെ അറിവ് എന്ന രീതിയിൽ കെട്ടിയിടരുത്. ഇത് ആ മേഖലയുടെ അറിവിന്റെ അരികു മാത്രം, ആരംഭം മാത്രം, അല്ലെങ്കിൽ അതേ പറ്റിയുള്ള ഒരു ചെറിയ വശം മാത്രമാണ് അധ്യാപകൻ അഥവാ അധ്യാപിക ആയ ഞാൻ പറയുന്നത്. ഇതിനേക്കാളൊക്കെ വളരെ കൂടുതൽ നിങ്ങൾക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് പഠിക്കാനുണ്ട്. വിദ്യ തേടി, ഈ മേഖലയിൽ തന്നെ വിദ്യ തേടി നിങ്ങൾ പറക്കണം. അങ്ങനെ പറവകളായി പറന്നു നടന്ന് വിദ്യ സ്വാംശീകരിക്കണം, സ്വന്തമാക്കണം എന്നാണ് ടാഗോർ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ അധ്യാപനത്തെ പറ്റി അറിയാതെ ഓർത്തുപോകും. എന്തുകൊണ്ടാണ് ഒട്ടുമിക്ക കുട്ടികൾ, അതായത് സാമ്പത്തിക ശേഷി ഇല്ലാത്ത കുട്ടികൾ പോലും കടം മേടിച്ചും ട്യൂഷൻ എടുക്കാൻ പോകുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കണം അങ്ങനെ പോകുന്നത്? ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്നത് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ക്ലാസ് റൂമിൽ വേണ്ടത്ര പഠിപ്പിക്കുന്നില്ല എന്ന് വെച്ചാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്ക് ഒരു സിലബസ് ഉണ്ടാകും, ആ സിലബസിൽ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഗ്രന്ഥങ്ങൾ ഉണ്ടാകും. ആ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചാൽ സിലബസ് നന്നായി പഠിപ്പിക്കാൻ പറ്റും. പക്ഷെ ഒട്ടുമിക്ക അധ്യാപകരും എന്ത് ചെയ്യും? അതായത് ഷോർട്ട് കട്ട് ടു പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത് പോലെ പഠനത്തിന്റെ ഒരു ഷോർട്ട് കട്ട് നോക്കും. എന്താണത്? ആരെങ്കിലും എഴുതി വെച്ച ഒരു വിഡ്ഢി ഗൈഡ് കാണും. ആ ഗൈഡ്, സിലബസിനെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ഗൈഡ്, ആ ഗൈഡ് വെച്ചായിരിക്കും പഠിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഗൈഡ് വെച്ച് പഠിപ്പിക്കുമ്പോൾ സിലബസ് പഠിച്ച് പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് വിഷയം അറിയാമായിരിക്കും. മറിച്ച് സിലബസിനെ ബേസ് ചെയ്ത് ഒരു ഗൈഡ് ഉണ്ടാക്കി അത് വാങ്ങിച്ച് അതിനെ വച്ച് മാത്രം പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഒരു കാരണവശാലും സിലബസിൽ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലായിരിക്കുകയില്ല. അവര് തന്നെ പഠിച്ചിട്ടില്ല. അവർ പഠിക്കാത്തതാണ് അവർ കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം, ആ പഠനം അപൂർണമാണ്. കുട്ടികളെ മിസ്ലീഡ് ചെയ്യുകയല്ലാതെ യഥാർത്ഥ വഴിയിലേക്ക്, യഥാർത്ഥ വിവരശേഖരണത്തിലേക്ക് കുട്ടികളെ കൈപിടിച്ച് ഉയർത്തുന്നില്ല. അങ്ങനെയുള്ള അധ്യാപകരെ പറ്റി എന്താ നമുക്ക് പറയാൻ പറ്റുക? അത്തരം അധ്യാപകരെന്ന് ടാഗോർ വിളിക്കില്ല, ഡോക്ടർ എസ് രാധാകൃഷ്ണനും വിളിക്കില്ല. ഒരു നല്ല അധ്യാപകരും അത്തരക്കാരെ അധ്യാപകരെന്ന് വിളിക്കില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് അത്തരം അധ്യാപകരാണ് ഏറ്റവും കൂടുതലുള്ളത്. എൻ്റെ അനുഭവം തന്നെ ഞാൻ പറയാം. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന സമയത്ത് രണ്ട് ടീച്ചേഴ്സ്, അതായത് അവർ ക്ലാസ് സമയത്ത് ക്ലാസ്സിലെ കുട്ടികൾക്ക് വർക്ക് കൊടുക്കുക എന്ന് വെച്ചാൽ പ്രോബ്ലമോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് എഴുതാനോ ഏൽപ്പിച്ചു കൊടുത്തിട്ട് അവരെ ഡിസപ്പിയർ ചെയ്യുക. ഞാൻ ക്ലാസ് പരിശോധിക്കാനായിട്ട് ചെന്നപ്പോൾ കുട്ടികൾ വർത്താനം പറയുന്നു, അങ്ങനെ ഇരിക്കുന്നു, കുറെ കുട്ടികളെ കാണാനില്ല ക്ലാസ്സിൽ. അപ്പൊ അങ്ങനെ എന്താണോ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾ പറയുന്നു, അത് മാഷ് പുറത്തേക്ക് പോയി. മാഷ് എവിടെ പുറത്തേക്ക് പോയി? ക്ലാസ് ടൈമിൽ. അങ്ങനെ അന്വേഷിച്ചപ്പോൾ, വളരെ രഹസ്യമായിട്ട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, ആ ക്ലാസ്സിലുള്ള കുട്ടികളെയും അതുപോലെ മറ്റു കോളേജുകളിലെ ഇതേപോലത്തെ ക്ലാസ്സിലുള്ള കുട്ടികളെയും ചേർത്ത്
അവരൊരു അവരുടെ ട്യൂഷൻ സെൻ്ററുണ്ട്. ആ ട്യൂഷൻ സെൻ്ററിൽ വെച്ച് ആ സമയത്ത് ക്ലാസ് എടുക്കുന്നു എന്ന്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഓർത്ത് നോക്കുക, കോളേജിൽ നിന്ന് ജോലിക്ക് ശമ്പളം പറ്റുന്ന അധ്യാപകരാണ് കോളേജിലെ ക്ലാസ് സമയത്ത് കുട്ടികൾക്ക് വർക്ക് കൊടുത്തിട്ട് അവനവൻ്റെ ട്യൂഷൻ സെൻ്ററിൽ പോയി ട്യൂഷൻ എടുത്ത് അവിടെയും വരുമാനം ഉണ്ടാക്കുന്നത്. തിരിച്ചു വന്നപ്പോൾ ഞാൻ കയർത്തു പറഞ്ഞു, നിന്നെയൊക്കെ പെറ്റ നിന്റെ അമ്മയുടെ പയോധരങ്ങൾ മുറിച്ചു കളയണമെന്ന്. അത് ബൈബിളിലെ ഒരു വാക്കാണ് കേട്ടോ, പയോധരങ്ങൾക്ക് കഷ്ടമെന്ന്. നിന്റെ പ്രസവിച്ച സ്ത്രീയുടെ പയോധരങ്ങൾക്ക് കഷ്ടമെന്ന് എന്ന് വെച്ചാൽ മുലയൂട്ടിയ അമ്മയ്ക്ക് കഷ്ടമെന്നായി പറയുന്നത്. ഇവനൊന്നും ബൈബിള് വായിച്ചിട്ടുണ്ടാവില്ല, രണ്ടുപേരും ക്രിസ്ത്യാനികളായിരുന്നു. പക്ഷെ അവന്മാരൊന്നും ബൈബിള് വായിച്ചിട്ടുണ്ടാവില്ല. ബൈബിള് വായിക്കുന്നവരാണെങ്കിൽ ഇത്തരം കർമ്മം ചെയ്യില്ല. കാരണം സ്വന്തം എന്താ പറയുക, റെസ്പോൺസിബിലിറ്റി ആയ ക്ലാസ് എടുക്കൽ, ആ ക്ലാസ്സിലെ കുട്ടികൾക്ക് എന്നല്ല, ആ ക്ലാസ് ടൈമിൽ വർക്ക് ടൈമിൽ ഒരു കാരണവശാലും ഒരധ്യാപകനും ട്യൂഷൻ എടുക്കാൻ പോകാൻ പാടില്ല. അത് വലിയ ധർമ്മച്യുതിയാണ്. അവനെയൊക്കെ പിരിച്ചുവിടുകയാണ് വേണ്ടത്. ഇപ്പൊ നമ്മൾ കേട്ടില്ലേ, കുന്നംകുളത്ത് ഒരു പോലീസുകാരുടെ 3-ാം മുറയെ പറ്റി നമ്മൾ വളരെ ശ്രദ്ധയോടെ, ദുഃഖത്തോടെ, അമർഷത്തോടെ നമ്മൾ വീക്ഷിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന അതുപോലത്തെ അതിനേക്കാൾ ഹീനമായ ഒരു ധർമ്മമാണ് കോളേജ് അധ്യാപകൻ കോളേജിലെ ക്ലാസ് എടുക്കേണ്ട സമയത്ത് ട്യൂഷൻ സെന്ററിൽ പോയി ക്ലാസ് എടുത്ത് എക്സ്ട്രാ മണി ഉണ്ടാക്കുക, കോളേജിലെ ഫീസും പ്രൊമോഷനും ശമ്പള പരിഷ്കരണവും അതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിക്കുക. അപ്പൊ ഞാൻ അവരോട് നേരെ ഇങ്ങനെ തന്നെ പറഞ്ഞു, നിന്റെയൊക്കെ അമ്മയുടെ പയോധരങ്ങൾ മുറിച്ചു കളയണമെന്ന്. അത് കേട്ടപ്പോഴേക്കും ആദ്യം അവർക്ക് മനസ്സിലായില്ല എന്താ ഈ പയോധരങ്ങൾ എന്നൊന്നും പറയണത്. പോയി ബൈബിൾ എടുത്ത് വായിക്കടോ, എന്താണെന്ന് മനസ്സിലാക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ആരോ പറഞ്ഞു കൊടുത്തു, അഥവാ അവർക്ക് ഒരു ധ്വനി കിട്ടിക്കാണും. അപ്പോഴേക്കും എൻ്റെ അടുത്ത് ചീറ്റിക്കൊണ്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും, പ്രിൻസിപ്പലിനെ വിളിക്കും, ഈ ചെയ്ത തെറ്റ് ഇപ്പൊ തന്നെ നിന്നെ കൊണ്ട് ഞാൻ തിരുത്തിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ തിരുത്തിക്കും എന്ന് പറഞ്ഞത് കാരണം കൊണ്ട് പോലീസിനെ വിളിക്കും, പ്രിൻസിപ്പലിനോട് പറയും എന്ന് ഞാൻ പ്രിൻസിപ്പലിന് അറിയിപ്പ് കൊടുത്തു. പക്ഷെ പ്രിൻസിപ്പൽ ആക്ഷൻ ഒന്നും എടുത്തില്ല. ഇതൊക്കെ സർവത്ര നടന്നുകൊണ്ടിരിക്കുക, നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ആ പ്രിൻസിപ്പല് കൈമലർത്തുക ചെയ്തത്. പക്ഷെ പ്രിൻസിപ്പലിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കുമായിരുന്നു. ഒരു പക്ഷേ അവർ രാത്രിയിൽ വന്ന് എന്നെ കൊല്ലുമായിരിക്കാം. പക്ഷെ മരണം ഒന്നല്ലേ ഉള്ളൂ. അത് അഭിമാനത്തോടുകൂടി ന്യായത്തിന് വേണ്ടി മരിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറയൂ. അപ്പൊ അങ്ങനെയുള്ള അധ്യാപകരുള്ള ഒരു ലോകത്താണ് നമ്മൾ ഈ കഥകളൊക്കെ അധ്യാപക ദിനത്തെ പറ്റി ചർച്ച ചെയ്യുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അധ്യാപകർക്ക് അപ്പൊ എന്തൊക്കെ ഗുണങ്ങളാണ് വേണ്ടത്, എന്തൊക്കെ ദോഷങ്ങളാണ് പാടില്ലാത്തത്, എന്നതിൻ്റെ ഉദാഹരണമാണ് യൂണിവേഴ്സിറ്റി കോളേജിലെ അധ്യാപകർ കാണിച്ചത്. അതുകൊണ്ടാണ് നിന്നെയൊക്കെ പാലുകുട്ടിയ അമ്മയുടെ പയോധരങ്ങൾ മുറിച്ചു കളയുക എന്ന് ഞാൻ പറയേണ്ടി വന്നത്. എന്തിനാണ് പരിശീലിപ്പിക്കേണ്ടത്? ശരിക്ക് പാലാഴി കടഞ്ഞ് അമൃത് എടുക്കുക, അതായത് അവരെ കൈപിടിച്ച് വിദ്യയിലേക്ക് കൊണ്ടുപോവുക. ഇത് വലിയ ഒരു പാലാഴി മഥനമാണ് നിങ്ങളുടെ മുൻപിൽ കിടക്കുന്നത്. ആ പാലാഴി കടഞ്ഞ് അതിൽ നിന്ന് അമൃത് എടുക്കുക. അങ്ങനെ നിങ്ങൾ ജീവിതത്തെ ആ അമൃത് ഊട്ടി ജീവിതത്തെ മെച്ചപ്പെടുത്തുക, ജീവിതത്തിൽ പ്രകാശം ചൊരിയുക. ഈ തരത്തിൽ പറയാൻ കഴിയണം ഒരധ്യാപകന്. വെറുതെ പറയുകയല്ല, സ്വന്തം കർമ്മം കൊണ്ട് അത് വിദ്യാർത്ഥികൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണം. അങ്ങനെ ഒരു പാലാഴി മഥനത്തിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുപോവുക എന്ന് പറഞ്ഞാല് വായിച്ചും അത് വിശകലനം ചെയ്തും വീണ്ടും വായിച്ചും വിശകലനം ചെയ്തും അങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് അവരെ കൈപിടിച്ച് നടത്തുക. അതാണ് ഒരു അധ്യാപകൻ ചെയ്യേണ്ടത് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അപ്പോൾ ഈ ട്യൂഷൻ സെന്ററുകൾ നമ്മൾ പറഞ്ഞല്ലോ, ട്യൂഷൻ സെന്ററുകളെ പറ്റി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. എന്തുകൊണ്ടാണ് മുട്ടിന് ട്യൂഷൻ സെന്റർ ഉണ്ടാകുന്നത്? ഇപ്പൊ ഞാനൊക്കെ പഠിച്ച കാലത്ത്, ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിലും കോളേജിൽ പഠിക്കുമ്പോഴാണെങ്കിലും ട്യൂഷൻ സെന്ററിൽ നേരെ നോക്കുന്നത് പോലും നാണക്കേടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ വിഡ്ഢികളാണ് ട്യൂഷൻ സെന്ററിൽ പോയി പഠിക്കുന്നത് എന്ന ഒരു ധാരണ. ഇപ്പൊ കോളേജ് ക്ലാസ്സുകളിൽ അന്നും അധ്യാപകര് ഇതുപോലെയുള്ള അധ്യാപകരൊക്കെ തന്നെ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഒരുമാതിരി ബുദ്ധിയുള്ള കുട്ടിയാണെങ്കിൽ ഒരു കുറച്ചൊക്കെ ക്ലാസ്സിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റി സ്വയം പഠിച്ച് പരീക്ഷ നന്നായിട്ട് എഴുതാൻ പ്രാപ്തിയുള്ളവരാണ് ഒരുമാതിരി തരക്കേടില്ലാത്ത ബുദ്ധി വൈഭവമുള്ള കുട്ടികൾ. അപ്പം അങ്ങനെ ട്യൂഷന് പോവുക എന്നുള്ളത് അപൂർവമായിട്ട് മാത്രം, അതായത് ഒരു തരത്തിലും പഠിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കുട്ടികൾ മാത്രമാണ് അന്ന് ട്യൂഷന് പോയിരുന്നത്. ട്യൂഷൻ സെന്റേഴ്സ് ഇതുപോലെ കൂണുപോലെ ഇല്ലായിരുന്നു. അത് മാത്രവുമല്ല, ഇപ്പോഴാണല്ലോ പേരൻസിനുള്ള നിർബന്ധം, മക്കളൊക്കെ ഡോക്ടേഴ്സും എൻജിനീയേഴ്സും ഒക്കെ ആകണം. അതിന് വേണ്ടിയിട്ട് അവര്
അപ്പോൾ എന്താ സംഭവിക്കുക? ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സുമായിട്ട് മാറണം മക്കൾ എന്ന ഒരു ചിന്ത പേരൻസിനെ വേട്ടയാടി തുടങ്ങിക്കഴിഞ്ഞ ഒരു കാലം. അത് കേരളം ഇപ്പോൾ ഒരു ഏതാണ്ട് ഒരു 2-3 പതിറ്റാണ്ടായിട്ട് കുട്ടികളൊക്കെ പിറന്നു വീഴുന്ന മക്കളൊക്കെ, പ്രത്യേകിച്ചും ആൺകുട്ടികൾ, ഡോക്ടറോ എഞ്ചിനീയറോ ആകണം, പണക്കാരായ, അതായത് പഠനങ്ങൾ തന്നെ തെളിയിച്ചിട്ടുണ്ട് ആൺകുട്ടികളിൽ കൂടുതൽ നിക്ഷേപിക്കുന്ന. അമർത്യ സെൻ തന്നെ അത് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പെൺകുട്ടികൾ അനുഭവിക്കുന്ന 7 തരം വിവേചനത്തെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. ഒന്നാമത്, ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ പെൺകുട്ടി വിവേചനം അനുഭവിക്കാൻ തുടങ്ങുന്നു. അതെങ്ങനെയാണ് പെൺകുട്ടി വിവേചനം അനുഭവിക്കാൻ തുടങ്ങുന്നത്? അതായത് ഭ്രൂണഹത്യ. പെൺകുഞ്ഞാണ് ഉദരത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ, എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആ ഭ്രൂണം ഹത്യ ചെയ്യപ്പെടും. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, MTP വഴിയായിട്ട്. ഇനി അങ്ങനെ അവിടെ വെച്ചും തീർന്നില്ല. കുട്ടി ജനിച്ചു എന്നിരിക്കട്ടെ, MTPക്ക് അറിഞ്ഞില്ല, ചെയ്തില്ല, ജനിച്ചു എന്നിരിക്കട്ടെ. ജനിച്ചു കഴിഞ്ഞാലോ ആൺകുഞ്ഞിന് കൊടുക്കുന്നത് പോലെ സമ്പുഷ്ടമായ പോഷകാഹാര സമൃദ്ധമായ ആഹാരമല്ല പെൺകുഞ്ഞിന് കൊടുക്കുക. പെൺകുഞ്ഞിന് മോശമായ ആഹാരമാണ് കൊടുക്കുക. ഇനി മൂന്നാമത്, വിദ്യാഭ്യാസം വരുമ്പോഴത്തേക്കും ആൺകുഞ്ഞിന് ഏത് തരത്തിലുള്ള, ഏത് ഹൈ ലെവലിലുള്ള വിദ്യാഭ്യാസനും മൂലധനം കണ്ടെത്തും പേരൻസ്. പെൺകുഞ്ഞാണെങ്കിൽ പഠിക്കുന്നെങ്കിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പോയി പഠിച്ചോട്ടെ, പിന്നെ കെട്ടിച്ചയക്കണ്ടേ, ആ രീതിയിലാണ് ഈ മൂലധന വിന്യാസം. ആൺകുട്ടികൾക്ക് വേണ്ടി കൂടുതൽ, പെൺകുട്ടികൾക്ക് വേണ്ടി കുറവ്. പിന്നെ അതുപോലെ തന്നെ ധനം, അതായത് വീട്ടിലെ സ്വത്ത്, കല്യാണം കഴിക്കുമ്പോൾ സ്ത്രീധനം എന്ന പേരിൽ എന്തെങ്കിലും കൊടുക്കും, അല്ലാതെ അവൾക്ക് അവകാശമില്ല. നമുക്കറിയാം, മേരി റോയ് കേസിലാണ് ക്രിസ്ത്യൻ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരുപോലെ അവകാശമുണ്ട് എന്നുള്ള നിയമം വരുന്നത്. അതുവരെയും അങ്ങനെ ഒരു നിയമം ഇല്ലായിരുന്നു. ഇപ്പോൾ നിയമം ഉണ്ടായിട്ടും അങ്ങനെ പാലിക്കുന്ന കുടുംബങ്ങൾ വളരെ കുറച്ചാണ്. അതുപോലെ ജോലി കിട്ടാൻ നേരത്ത് പുരുഷന്മാർക്ക് പ്രിഫറൻസ് ഉള്ളതാണ് ഒട്ടുമിക്ക ജോലികൾ. ഇങ്ങനെ എല്ലാ മേഖലകളിലും പെൺകുട്ടികള് അസമത്വം അനുഭവിക്കുന്ന ഒരു ലോകം. ആ ലോകത്ത് അവളുടെ വിദ്യാഭ്യാസം പോലും അസമത്വാധിഷ്ഠിതമാണ് എന്നാണ് പഠനങ്ങൾ തന്നെ തെളിയിച്ചിട്ടുള്ളത്. അമർത്യ സെൻ തന്നെ ഈ പറയപ്പെട്ട കാരണങ്ങളൊക്കെ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നുമല്ല പക്ഷെ ഇപ്പോഴത്തെ ഒരു ക്യാമ്പസിന് ആവശ്യം. ഇപ്പൊ നമ്മൾ ബഹുദൂരം മുന്നിട്ടിരിക്കുന്നു. ഈ മുന്നിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഒരു ക്യാമ്പസില് ജെൻഡർ ഇക്വാളിറ്റി വേണം. അതുപോലെ തന്നെ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും വീട്ടിൽ നിന്ന് തന്നെയുള്ള ഈ വിവേചനം മാറ്റിയെടുക്കണം. പേരൻസ് പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും ഒരുപോലെ പോഷകാഹാര ദാരിദ്ര്യം ഇല്ലാതെ വളർന്ന് അതുപോലെ തന്നെ അറിവിന്റെ പാതയിലേക്ക് രണ്ടു കൂട്ടരും ഒരുപോലെ കടന്നു ചെല്ലണം. ഒരുപോലെ കടന്നു ചെന്ന് ഒരുപോലെയുള്ള സാഹചര്യങ്ങളിൽ അവരെത്തിപ്പിടിക്കേണ്ടത് എങ്ങനെയാണ്? ഒരു കാരണവശാലും ഒരേ സാഹചര്യങ്ങൾ കൊടുത്താല് പെൺകുട്ടി ആൺകുട്ടിയേക്കാൾ മോശമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്റെ പൂർണ്ണ വിശ്വാസം രണ്ടുപേരും ഒരുപോലെ നല്ലവണ്ണം പെർഫോം ചെയ്യുമെന്ന് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് നമ്മുടെ വിദ്യാഭ്യാസ അന്തരീക്ഷം, അതായത് ഒരു കുട്ടിയെ ജനിച്ച ആദ്യത്തെ 1000 ദിവസം, അതായത് ഭ്രൂണമായി ജനിക്കുന്ന സമയം മുതലുള്ള 1000 ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. പോഷകാഹാര സമ്പുഷ്ടമായിരിക്കണം ആ കാലഘട്ടം. അപ്പൊ ആ സമയത്ത് മുതൽ ഈ കുട്ടി നല്ല വിദ്യാഭ്യാസത്തോടെ മുന്നേറണം എന്നുണ്ടെങ്കിൽ ആ സമയത്തെ പോഷകാഹാര സമ്പുഷ്ടമായ ജീവിതം, അത് മുതലുള്ളതെല്ലാം ഈ വിദ്യാഭ്യാസത്തിന്റെ ഗുണം മെച്ചപ്പെടുത്താനായിട്ട് ഉപകരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ചിന്തിച്ചു വേണം ഓരോ കുഞ്ഞിനെയും, അതായത് ആൺകുഞ്ഞാണെങ്കിലും പെൺകുഞ്ഞാണെങ്കിലും. അതായത് കുമാരനാശാൻ പാടിയിട്ടുണ്ടല്ലോ, വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന്. അപ്പം അങ്ങനെ വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് പറഞ്ഞ് പഠിച്ചു പോകുന്ന സാഹചര്യത്തില് നാം എന്താണ് വേണ്ടത്? പേരൻസ് കുട്ടികളെ എങ്ങനെയാണ് പഠിപ്പിക്കാൻ ഹാജരാക്കേണ്ടത്? അതിന് എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവമുണ്ട്. അതായത് എപ്പോഴും എൻ്റെ അപ്പൻ എന്നോട് പറയുമായിരുന്നു, എന്നോടൊന്നല്ല മക്കളോടൊക്കെ പറയുമായിരുന്നു ഒരു കാര്യം, ഗുരുമുഖത്ത് നിന്ന് പഠിക്കുക. ട്യൂഷന് പോയി അല്ല പഠിക്കേണ്ടത്. ഗുരു ക്ലാസ്സിൽ എന്ത് പഠിപ്പിക്കുന്നുവോ അത് കൃത്യമായി ഗുരുമുഖത്ത് നിന്ന് പഠിക്കുക. സംശയം വല്ലതുകൊണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചോദിച്ച് ഗുരുവിൽ നിന്ന് തന്നെ അത് കൃത്യമായി മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് ഗുരുവിനെയും പഠിപ്പിക്കാൻ ഒക്കും. ഗുരുവിനോട് സംശയം ചോദിച്ച് ഗുരു തന്നെ വീട്ടിൽ പോയിരുന്ന് പഠിക്കും. ഇതെങ്ങനെയാ ഇവക്ക് ഈ സംശയം ഒന്ന് മാറ്റി കൊടുക്കുക എന്ന് വിചാരിച്ച് അങ്ങനെ സംശയം തീർക്കുന്ന ഗുരുക്കന്മാരെ നല്ല ഗുരുക്കന്മാരാക്കി മാറ്റാനും നല്ല വിദ്യാർത്ഥികൾക്ക് കഴിയും. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് വിദ്യാഭ്യാസത്തെ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. അതായത് ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന ഈ തരത്തിലുള്ള മാർഗനിർദ്ദേശം ഇത് മറ്റെവിടെ നിന്നും കിട്ടില്ല. ഒരു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഇപ്പൊ ഞാനൊക്കെയാണെങ്കിൽ സ്കൂളിൽ പഠിപ്പിച്ച പാഠഭാഗങ്ങൾ പോയമൊക്കെ ആണെങ്കിൽ വീട്ടിൽ വന്നിരുന്ന് പഠിക്കുമല്ലോ.
അങ്ങനെ പഠിക്കുന്നത് കണ്ടാൽ എന്തുകൊണ്ട് ഗുരു പഠിപ്പിച്ച സമയത്ത് തന്നെ ഇത് ബൈഹാർട്ട് ചെയ്തില്ല, ഇത് പഠിച്ചില്ല എന്ന് പറഞ്ഞ് എന്റെ ഫാദർ അത് വായിക്കാൻ സമ്മതിക്കത്തില്ല. ചിലപ്പോൾ പുസ്തകം എടുത്ത് ദൂരേക്ക് എറിഞ്ഞു കളയും. അങ്ങനെയായിരുന്നു. അപ്പൊ കൃത്യമായിട്ട് ഗുരു പഠിപ്പിക്കുന്ന സമയത്ത് ഇതാ ഞാനിപ്പം അത് അങ്ങനെ സ്കൂളിൽ നിന്ന് തുടങ്ങിയ ആ സ്വഭാവമാണ്. കോളേജിൽ എത്തിയപ്പോഴും ഗുരുമുഖത്ത് നിന്ന് കൃത്യമായി ഞാൻ പഠിക്കുമായിരുന്നു. ചിന്താവിഷ്ടയായ സീത 1965, 66, 67 ഈ 2 വർഷങ്ങളിലാണ് ചിന്താവിഷ്ടയായ സീത സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് കോളേജിൽ പഠിക്കുന്നത്. ഞാൻ ഇപ്പോഴും ആ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോഴേ ചിന്താവിഷ്ടയായ സീത മുഴുവനും എനിക്ക് ബൈഹാർട്ടായിരുന്നു. ഇപ്പോഴും ആ ബൈഹാർട്ട്, അതായത് സുധർമാമുനിയോടയോധ്യയിൽ ഗതരായോരള വന്നൊരന്തിയിൽ അതിചിന്ത വഹിച്ചു സീത പോയി സ്ഥിതി ചെയ്താൾ ഉടജാന്തവാടിയിൽ. അതായത് മഹർഷി താമസിക്കുന്ന പഞ്ചവടി പോലെയുള്ള അല്ലെങ്കിൽ അതിനോട് അടുത്തുള്ള ഒരു മരത്തിന്റെ ചുവട്ടിലാണ് ചിന്താവിഷ്ടയായിട്ട് സീത പോയിരിക്കുന്നത്. അപ്പൊ എന്താ അങ്ങനെ പോയിരിക്കാൻ കാരണം ലവകുശന്മാരെ ശ്രീരാമന്റെ അടുത്തേക്ക് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അങ്ങനെ ചിന്താവിഷ്ടയായിട്ടിരിക്കുന്ന സീതയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന പോയിന്റ്സ് ഒക്കെ എനിക്കിപ്പോഴും ഓർമ്മിക്കുകയാണ്. അപ്പോൾ ഈ ഓണ ദിവസം ആയതുകൊണ്ട് ഞാൻ ഓർക്കുക, ചന്ദ്രനെ നേരെ നോക്കിക്കൊണ്ട് സീത സങ്കടത്തോടെ പറയുക, സുസിതംബരനായി വൃദ്ധനായി ബിസിനി തന്തു മരീചികേശനായി ക്ഷിതിയിൽ സുഖമേകി നിന്ന നിൻ സ്ഥിതി കാൺകെത്ര അധപ്പതിച്ചു നീ. അതായത് പൂർണ്ണചന്ദ്രൻ നമുക്കറിയാം പൂർണ്ണമായിട്ട് വികസിച്ച് നിൽക്കും. അത് കഴിഞ്ഞ് അത് ക്ഷയിച്ച് പൗർണമിയിൽ നിന്ന് കറുത്ത പക്ഷത്തേക്ക് ഉള്ള യാത്ര ചന്ദ്രന്റെ, അതാണ് അതിൽ പറയുന്നത്. അങ്ങനെ കറുത്ത പക്ഷത്തോടടുത്തു. അപ്പോൾ പൗർണമിയുടെ ദിവസം പൂർണ്ണ ചന്ദ്രനായിട്ട് പ്രകാശം പരത്തി നിന്ന നിന്റെ സ്ഥിതി ഇപ്പൊ എത്ര അധപ്പതിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെയാണ് രാജ്ഞിയായി കഴിഞ്ഞ ശ്രീരാമന്റെ പത്നിയായിട്ട് കഴിഞ്ഞ ഞാന് ഇപ്പോ ഇത്ര ദുഃഖിതയായിട്ട് ഈ മരച്ചുവട്ടിൽ ഇരിക്കുന്നു. കുമാരനാശാനാണ് സീതയെ കൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നു സീത എന്ന് ചിന്താവിഷ്ടയായ സീതയിലൂടെ നമ്മോട് പറയുന്നത്. അതുപോലെ വേറൊരു പോയവും കൂടി ഞാൻ പാടാം ആ സമയത്ത്. അപ്പൊ ഈ ദുഃഖത്തോടുകൂടി ചിന്താവിഷ്ടയായിട്ട് ഇങ്ങനെ സീത ആ മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുക പുള്ളി പറയുകയാണ്, ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരാം, ശരിയായി മധുരിച്ചിടാം സ്വയം പരിശീലിപ്പൊരു കയ്പ് താനുമേ. ഒരുപക്ഷെ മനുഷ്യര് ഈ അനുഭവിക്കുന്ന കയ്പ്, അത് സ്ഥിരം കയ്പ് അനുഭവിച്ചു തുടങ്ങുമ്പോൾ അത് മധുരമായി തോന്നിയേക്കാം. ജീവിതത്തിന്റെ ആ ഒരു രീതി, നമ്മളെ ഈ സങ്കടങ്ങളൊക്കെ മാറി ഇനി ഒരുപക്ഷെ വെളിച്ചമുണ്ടായേക്കാം, ഈ കയ്പെല്ലാം മധുരമായി മാറിയേക്കാം എന്നൊക്കെ സീത ഇതിന് ചിന്തിക്കുന്നു. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ പഠിക്കണം എന്ന് വിചാരിച്ചാല് നമുക്ക് പഠിക്കാൻ കഴിയും. അപ്പൊ അങ്ങനെ ഇതിന്റെയൊക്കെ ഈ പൊരുളും കൂടി നമ്മുടെ അധ്യാപകർ നമുക്ക് മനസ്സിലാക്കി പറഞ്ഞു തരണം. അപ്പോഴാണ് അത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് പതിഞ്ഞ് ഒരു കാരണവശാലും അതിനെ എടുത്തു മാറ്റാം. അത് പിന്നെ കാലാകാലങ്ങളിൽ നാം അതിനോട് കൂട്ടിച്ചേർക്കും. അപ്പോഴാണ് ആ പാലാഴി മഥനം നടക്കുന്നത്. പാലാഴി മഥനം പിന്നെ അമൃത് കടഞ്ഞെടുക്കാൻ പറ്റണമെങ്കിൽ ഇത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കടഞ്ഞ് മുന്നോട്ട് പോകത്തക്ക രീതിയിൽ ആഴത്തിൽ വേരൂന്നി വളർന്നിരിക്കണം ചിന്തകള്. അത്തരത്തിലുള്ള അധ്യാപകരെയാണ് നമുക്ക് തീർച്ചയായിട്ടും വേണ്ടത്. അപ്പൊ എന്താ വേണ്ടത്? അങ്ങനെയുള്ള അധ്യാപനം ഇന്നുണ്ടോ? വളരെ ചുരുക്കമാണ്. അങ്ങനെയുള്ള അധ്യാപനം ചുരുക്കമായതുകൊണ്ട് എന്താ വേണ്ടത്? അധ്യാപനവും മൂല്യനിർണയം ചെയ്യപ്പെടണം. വിദ്യാർത്ഥികളിൽ നിന്ന്, ഇങ്ങനെയൊക്കെ പണ്ടുണ്ടായിരുന്നു, വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെ അധ്യാപകരെ പറ്റിയുള്ള വിവരശേഖരണം നടത്തണം. ആര് പഠിപ്പിക്കുന്നത് മനസ്സിലാകുന്നുണ്ട്, ആര് പഠിപ്പിക്കുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ടാണ്, ഇത്തരം കാര്യങ്ങൾ ഒക്കെ അതിനൊക്കെ ചില മാനദണ്ഡങ്ങൾ ഉണ്ടാക്കി വിദ്യാർത്ഥികളെ കൊണ്ട് തന്നെ അവരുടെ മൂല്യം നിർണ്ണയിക്കണം. അങ്ങനെ മൂല്യം നിർണ്ണയിച്ച് ഇപ്പം എന്താ ചെയ്യേണ്ടത്? മൂല്യം നിർണ്ണയിച്ച് ഗുണം ഇല്ല എന്ന് കുട്ടികൾ പറയുന്ന അധ്യാപകരെ പിരിച്ചുവിടാനുള്ള സൗകര്യം ഉണ്ടാകണം, അല്ലെങ്കിൽ അവരുടെ ശമ്പള വർധനവ് തടയണം. അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമേ അധ്യാപകർക്ക് സ്വന്തം ക്വാളിറ്റി മെച്ചപ്പെടുത്തി ഈ പാലാഴി മഥനത്തിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുപോകണം. അതിനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. ആ ഉത്തരവാദിത്വം ഞാൻ നിറവേറ്റുന്നില്ലെങ്കിൽ ഞാൻ പരീക്ഷിക്കപ്പെടും, ഞാൻ പരാജയപ്പെട്ടാൽ പുറത്താക്കപ്പെടും എന്ന ഒരു ഭയം അധ്യാപകർക്ക് ഉണ്ടാകണം. അങ്ങനെ ഒരു ഭയം ഇല്ലാത്തത് കൊണ്ട് ഒരിക്കൽ സർവീസിൽ കയറി കഴിഞ്ഞാൽ
പിന്നെ ആജീവനാന്തം ഞാൻ പെൻഷനായി കഴിഞ്ഞാലും എൻ്റെ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ സുഖവഴി ജീവിതം, എൻ്റെ ജോലി എന്ത് എന്ന് അന്വേഷിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് നമ്മുടെ ഗവേഷണ നിലവാരം. ഇന്ത്യയിലെ ഗവേഷണ നിലവാരം മോശം എന്ന അഭിപ്രായം എനിക്കില്ല. അതിനുള്ള തെളിവുകൾ ഞാൻ തൊട്ട് പുറകെ പറയുന്നതാണ്. പക്ഷെ സാധാരണ രീതിയിൽ നമുക്ക് പലതരത്തിലുള്ള കേട്ടുകേൾവി, ശ്രുതികൾ ഉണ്ടാകാറുണ്ട്. നമ്മുടെ PhD തീസിസുകളെ പറ്റിയും PhD വർക്കിനെ പറ്റിയും ഒക്കെ. ശരി, യഥാർത്ഥ ഗവേഷണം വളരെ ക്ലിഷ്ടത ഏറിയതാണ്. ആ യഥാർത്ഥ ഗവേഷണത്തിന്റെ വഴിയിലൂടെ നടന്നവർക്ക് പിന്നീട് ഒരിക്കലും തിരിച്ചു പോകാൻ പറ്റില്ല. അവരേത് കണ്ടാലും ഏത് കാര്യത്തെ പറ്റിയും ഗവേഷണ ബുദ്ധിയോടെ തന്നെ ചിന്തിക്കുന്നവരും അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നവരുമായിരിക്കും. മറിച്ച് ഇപ്പൊ ഒരുപാട് പേർക്കും ഈ ഗവേഷണ ബുദ്ധി ഒന്നുമില്ല. അവിടെയും എനിക്കൊരു അനുഭവമുണ്ട്. ഒരു അനുഭവമൊന്നുമല്ല, ഒത്തിരി അനുഭവങ്ങളുണ്ട്. പക്ഷെ ഒരനുഭവം ഞാൻ പറയാം. ഒരിക്കൽ മദ്രാസ് യൂണിവേഴ്സിറ്റി എന്നാന്ന് പറഞ്ഞിട്ട് പകുതി ഇംഗ്ലീഷും പകുതി തമിഴും പകുതി മലയാളവും കൂടി പറയുന്ന ഒരു വ്യക്തി എന്നെ വിളിക്കുന്നു. അപ്പൊ എന്താ വേണ്ടത്, എവിടുന്ന നമ്പർ കിട്ടിയെന്നൊക്കെ ചോദിച്ചു. അപ്പൊ അതൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മാഡം ഞങ്ങൾക്ക് ഒരു PhD തീസിസ് ചെയ്യാനായിട്ട് ഒന്ന് സഹായിക്കണം. ഞാൻ എന്ത് സഹായമാണ് വേണ്ടത്? ഈ എഴുതുന്ന PhDക്ക് ചേർന്നിട്ടുള്ള ആള് ഏത് വിഷയമാണ്, എന്ത് സഹായം വേണ്ടതെന്ന് ഒന്ന് ചോദിച്ച് എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം, എനിക്ക് പറ്റുന്നതാണെങ്കിൽ. അതുകൊണ്ട് ആദ്യമേ തന്നെ എന്നെ വിളിച്ച് കാര്യം. അപ്പൊ പറഞ്ഞു, ഇത് അങ്ങനെയല്ല മാഡം, ഇത് ഇന്നതാണ് വിഷയം. ഈ വിഷയത്തെ പറ്റി മാഡത്തിന് അറിയാമെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ ഞങ്ങൾ ഒരു തീസിസ് എഴുതി തരണം. തീസിസ് എഴുതി തന്നാൽ ഞങ്ങൾ 3 ലക്ഷം രൂപ തരാം. ഇതായിരുന്നു ഓഫർ. ഞാൻ ഷട്ടപ്പ്. ഞാനിങ്ങനെ ആർക്കും PhD തീസിസ് എഴുതി കൊടുത്ത് പണം ഉണ്ടാക്കുന്ന ആളല്ല. PhD തീസിസ് PhD ആർക്ക് വേണോ അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ചെയ്തെടുക്കേണ്ട കാര്യമാണ്, അല്ലാതെ ആരെ പൈസ കൊടുത്ത് മേടിക്കേണ്ട ഒന്നല്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ അയാൾ വളരെ സൗമ്യമായിട്ട് വീണ്ടും പറയുകയാണ്, മാഡം പറഞ്ഞ എമൗണ്ട് കുറഞ്ഞു പോയെങ്കിൽ ഞങ്ങൾ കൂട്ടിത്തരാം. അങ്ങനെ പറഞ്ഞ് 7 ലക്ഷം വരെ എനിക്ക് തരാമെന്ന് അദ്ദേഹം ഓഫർ ചെയ്തു. ഞാൻ പറഞ്ഞു, എനിക്ക് ഈ നമ്പർ വെച്ച് ഞാൻ കേസ് കൊടുക്കും, അതുകൊണ്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ പോയിക്കൊള്ളുക, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞ് ഷട്ടപ്പ് പറഞ്ഞ് അടച്ചു. അപ്പൊ അങ്ങനെ അതിനു മുമ്പ് ഞാൻ കേട്ടിരുന്നു ഇതുപോലെ പല യൂണിവേഴ്സിറ്റികളും പണം കൊടുത്ത് PhD കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ അറിയാമല്ലോ, അങ്ങനെ പലരും PhD എടുത്തിട്ടുള്ളതായിട്ട്. അങ്ങനെയൊക്കെ എടുക്കുന്ന PhD കാരണം കൊണ്ടല്ലേ നമ്മൾ ഈ അടുത്ത കാലത്ത് ഡിസ്കസ് ചെയ്യപ്പെട്ട ഒരു PhD, ഒരുപാട് PhDs ഉണ്ട് കേരളത്തിൽ അങ്ങനെയുള്ളത്. പക്ഷെ ഒരെണ്ണം, അതായത് ചങ്ങമ്പുഴയുടെ വാഴക്കുല എന്ന കൃതി വൈലോപ്പിള്ളിയുടേതാണ് എന്ന് തീസിസിൽ എഴുതി ചേർത്ത് ആ തീസിസിന് PhD കിട്ടിയ കഥ നമുക്കൊക്കെ അറിയാവുന്ന കഥയല്ലേ. അപ്പൊ ഇത്തരം PhDകൾ ധാരാളം ഉണ്ട്. ഇപ്പോൾ അത്തരം PhDക്കാരെ ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് കയ്യാമം വെക്കാനുള്ള സംവിധാനവും വിദ്യാഭ്യാസത്തിൽ ഉണ്ടാകണം ഈ അധ്യാപക ദിനത്തിൽ. അതുകൂടി ഞാൻ പറയുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ മക്കളൊക്കെ ഈ ബ്രെയിൻ ഡ്രെയിൻ എന്തുകൊണ്ടാണ് ഈ ബ്രെയിൻ ഒക്കെ, ഇതൊക്കെ തീർച്ചയായിട്ടും കാരണങ്ങളാണ്. അപ്പോൾ ബ്രെയിൻ ഡ്രെയിൻ ഒന്നും ഉണ്ടാകാതെ ഈ രാജ്യത്ത് തന്നെ ഇവിടുത്തെ മിടുക്കർ നല്ലവണ്ണം പഠിച്ച് അവർ ഡോക്ടറോ, പേരൻസിന് പൊതുവെ ഡോക്ടറോ എഞ്ചിനീയറോ ആകണം മക്കൾ എന്നാണ് ആഗ്രഹം. അങ്ങനെ നമുക്കറിയാം എഞ്ചിനീയറും ഡോക്ടറുമായിട്ടുള്ള എത്രയോ പേരാണ് ജോലി കിട്ടാതെ. ഡോക്ടറായി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും തരത്തില് എന്താ പറയുക, പ്രാക്ടീസ് ഒക്കെ ചെയ്ത് പേഴ്സണലായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഒക്കെ ആയിട്ട് എങ്ങനെയെങ്കിലും ജീവിതം മുന്നോട്ട് പോകും. എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ പിന്നെ എവിടെയെങ്കിലും ജോലി കിട്ടിയില്ലെങ്കിലും എന്തെങ്കിലും ക്ലറിക്കൽ പോസ്റ്റിലും ഒക്കെ. എനിക്കറിയാം പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫി പോലും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് എഞ്ചിനീയേഴ്സ് ക്ലറിക്കൽ പോസ്റ്റിൽ കയറിയിട്ടുള്ള സംഭവങ്ങളൊക്കെ എനിക്കറിയാം. അപ്പൊ അങ്ങനെ, അതായത് എഞ്ചിനീയർ ആകണം പിന്നെ ഡോക്ടർ ആകണം എന്ന് മാത്രം വിചാരിക്കുന്നത് എന്ത് അർത്ഥശൂന്യമാണ്. എല്ലാ ഡോക്ടേഴ്സും ധർമ്മം ശരിക്കും നിർവഹിക്കുന്നവരാണോ? ആണെന്ന് എനിക്ക് വിശ്വാസമില്ല. അതേ സമയത്ത് ഡോക്ടർ ഹാരിസിനെ പോലെ, ഡോക്ടർ മണികണ്ഠനെ പോലെ, ആരാ ഈ ഡോക്ടർ മണികണ്ഠൻ? ഡോക്ടർ ഹാരിസിനെ എല്ലാവരും അറിയുമല്ലേ. അപ്പൊ ഈ ഡോക്ടർ മണികണ്ഠൻ ആരാ? ഈ മണ്ണന്തല, എൻ്റെ പ്രദേശം, ഇവിടെ ഒരു ഹെൽത്ത് സെന്റർ ഉണ്ട്. ആ ഹെൽത്ത് സെന്ററിനോട് ചേർന്നൊരു ഡെന്റൽ ഹെൽത്ത് സെന്റർ ഉണ്ട്, ഗവൺമെന്റിന്റെ തന്നെ. അവിടെ ഇരിക്കുന്ന ഒരു യങ് ഡോക്ടർ, അദ്ദേഹമാണ് മണികണ്ഠൻ. എന്തോരം നല്ല ഡോക്ടറാണെന്നറിയ. ഡോക്ടർ ഹാരിസിനെയാണ് ഞാൻ ഓർക്കുക ഈ ഡോക്ടർ മണികണ്ഠനെ കാണുമ്പോൾ. ഏത് തരം രോഗിക്കും ഏത് രോഗവുമായി ചെന്നാലും ഒരു ഐസ്ക്രീം കഴിക്കുന്ന സുഖത്തോടു കൂടി അദ്ദേഹം ആ രോഗത്തെ
ആ പല്ലിന്റെ സംരക്ഷണം ഏറ്റെടുത്ത് നിർവഹിച്ചു കൊടുക്കുന്നതാകുന്നു. ഇത് കേട്ട് എല്ലാവരും കൂടി ഓടി മണ്ണന്തലയ്ക്ക് വരണ്ട കേട്ടോ. പക്ഷെ മണ്ണന്തലയുള്ള ആ ഡോക്ടറെ മറ്റു ഡോക്ടേഴ്സ് കണ്ടു പഠിക്കണം. അങ്ങനെയാണ് യഥാർത്ഥ എക്സാമ്പിൾസ്. ഡോക്ടർ ഹാരിസിനെ നമുക്കൊരു യഥാർത്ഥ എക്സാമ്പിളായിട്ട് ഒരു എന്താ പറയുക, ഒരു മോഡലായിട്ട് ഹൈലൈറ്റ് ചെയ്യാം. അതുപോലെ ഒരു മോഡലാണ് ഈ ഡോക്ടർ മണികണ്ഠൻ പല്ലിന്റെ കാര്യത്തില്. അപ്പൊ ഇങ്ങനെയുള്ള നല്ല ഡോക്ടേഴ്സിനെ സൃഷ്ടിച്ചെടുക്കാൻ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കഴിയുന്നുണ്ട്. അത് പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ കഴിയുന്നത്? ഒരുപക്ഷെ അവരുടെ വീട്ടിൽ നിന്ന് കിട്ടിയ, എനിക്ക് തോന്നുന്നില്ല ഈ മെഡിക്കൽ കോളേജുകളെല്ലാം അങ്ങനെ നല്ലവണ്ണം പാലാഴി മഥനം നടത്താൻ പഠിപ്പിക്കുന്നവരാണെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ സത്യത്തിൽ ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. അപ്പൊ ഇദ്ദേഹം ഈ മണികണ്ഠൻ, ഡോക്ടർ മണികണ്ഠൻ തിരുവനന്തപുരം ഗവൺമെന്റ് ഡെന്റൽ കോളേജിൽ നിന്ന് ക്വാളിഫൈഡ് ആയ ആളാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ചികിത്സാ രീതിയും ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, എത്ര വലിയ ഡെന്റൽ പ്രശ്നവുമായിട്ട് ചെല്ലുന്നവരും ഒരു ഐസ്ക്രീം കഴിച്ച സമാധാനത്തോടെ സുഖത്തോടെ തിരിച്ചു പോകാൻ പറ്റുന്ന അത്ര നല്ല ചികിത്സകനാണ് അദ്ദേഹം. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ഡോക്ടർ ഹാരിസുമായിട്ട് താരതമ്യം. അങ്ങനത്തെ ഡോക്ടേഴ്സ് ഉണ്ടാവണം നമ്മുടെ സമൂഹത്തിൽ. എങ്കിൽ മാത്രമേ പാവപ്പെട്ടവർക്ക് നീതി ലഭിക്കുകയുള്ളൂ. പണക്കാർക്ക് ഈ എന്താ പറയുക, മറ്റേ വലിയ വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിലൊക്കെ പോയി പണം മുടക്കി എന്ത് വേണമെങ്കിലും ആകാം. പക്ഷെ അതുപോലെയല്ല ഈ നിത്യദരിദ്രര്, പാവങ്ങള്. നിത്യദരിദ്രർ മാത്രമല്ല, ഇതാ ഇപ്പം NSSOയുടെ 80ാം റൗണ്ട് സർവേ ഫലം പുറത്തു വന്നിരിക്കുക. നാഷണൽ സേവിങ്സ് ഓർഗനൈസേഷന്റെ ഹെൽത്ത് സർവേ നടത്തിയതിന്റെ റിസൾട്ട് വന്നിരിക്കുക. അതിനകത്ത് ഒക്കെ പറയുന്നുണ്ട് വലിയ തോതിൽ നമ്മുടെ ചെലവ്, ഹെൽത്ത് എക്സ്പെൻഡിച്ചർ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഒക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പണക്കാർക്ക് മാത്രമേ ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിലൊക്കെ പോകാൻ പറ്റുകയുള്ളൂ. ഒരു മിഡിൽ ക്ലാസ്, ലോവർ മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ്, ഇവർക്ക് ആർക്കും സൂപ്പർ സ്പെഷ്യാലിറ്റിയെ പറ്റി ആലോചിക്കാൻ പോലും പറ്റില്ല. ഇപ്പൊ കുവൈറ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത് വന്ന ഹസ്ബൻഡും വൈഫും അവിടെ ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത് വന്ന് ബാങ്ക് ബാലൻസ് ഉള്ള എൻ്റെ ഒരു നീസ് എന്നോട് സംസാരിച്ചപ്പോൾ പറയുമായിരുന്നു, അയ്യോ എങ്ങനെയാ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലൊക്കെ ഒരു ട്രീറ്റ്മെന്റിന് പോണേ, അതിനൊന്നുള്ള കഴിവ് ഞങ്ങൾക്കില്ല, സാമ്പത്തിക ശേഷി അവർക്കില്ലെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാർക്ക് എങ്ങനെ ഉണ്ടാകാനാണ്. അപ്പൊ അത്തരക്കാർക്കാണ് ഈ ഡോക്ടർ മണികണ്ഠനെ പോലെ, ഡോക്ടർ ഹാരിസിനെ പോലെ ആത്മാർത്ഥതയുള്ള നല്ല ഡോക്ടർമാരുണ്ടാകേണ്ടത്. അതുപോലെ മിടുക്കരായ വിദ്യാർത്ഥികളുണ്ട്. അതായത് ഈ ബ്രെയിൻ ഡ്രെയിൻ വഴി പോകുന്ന 10 ലക്ഷത്തിലധികം കുട്ടികൾ ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് പഠനത്തിന് പോകുന്നു എന്നാണ് പഠനം തെളിയിച്ചിരിക്കുന്നത്. ഈ അടുത്ത നാളിൽ നടത്തിയ പഠനം തെളിയിച്ചിരിക്കുന്നത്. അപ്പൊ ആ പഠനത്തിൽ അത് പറയുന്ന ഇവരെല്ലാവരും വലിയ പരീക്ഷകൾ എഴുതി മെറിറ്റിലല്ല അങ്ങ് പോകുന്നത്. കിടപ്പാടം വിറ്റും ബാങ്ക് വായ്പ എടുത്തും ഒക്കെയാണ് ഒരുപാട് കുട്ടികൾ പഠനത്തിന് വേണ്ടി വിദേശത്ത് പോകുന്നത്. എന്തുകൊണ്ടാണ് അവരങ്ങനെ പഠനത്തിന് വിദേശത്ത് പോകുന്നത്? ഇവിടെ ക്വാളിറ്റി മോശമാണ്. ഈ പാലാഴി മഥനം നടത്തുന്നതിന് പരിശീലിപ്പിക്കുന്ന അധ്യാപകര് വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്, അല്ലെങ്കിൽ കുട്ടികളെ വേണ്ട രീതിയിൽ പരിശീലിപ്പിക്കാൻ കഴിവില്ലാത്തവരാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അവർക്ക് തന്നെ ഒരു പരീക്ഷ ഇടയ്ക്കിടയ്ക്ക് അവരുടെ ക്വാളിറ്റി അസസ്മെന്റ് നടത്താനുള്ള സംവിധാനം ഉണ്ടാകണം. എങ്കിലേ അധ്യാപനം വേണ്ട രീതിയിൽ പുരോഗമിക്കുകയുള്ളൂ. അപ്പോൾ ഈ ബ്രെയിൻ ഡ്രെയിൻ ഒരുപാട് കുറയും. അതായത് ക്വാളിറ്റി കൊണ്ട് കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതി, ഇപ്പൊ GRE എഴുതിയാലേ അമേരിക്കയിൽ പോകാൻ പറ്റൂ. അപ്പൊ അങ്ങനെയുള്ള പരീക്ഷകൾ എഴുതി പോകുന്നവർ ബഹുമിടുക്കരാണ്. അവർ പോകണമെന്നല്ല ഞാൻ പറയുന്നത്, അവരും പോവില്ല. അവരുടെ ആ ടാലന്റ് ഇവിടെ യൂട്ടിലൈസ് ചെയ്യാനുള്ള സൗകര്യം ഇന്ത്യയിലുണ്ടെങ്കിൽ അത്തരം വിദ്യാർത്ഥികൾ പോലും പോകില്ല. ചൈനയാണെങ്കിൽ അതാണ് ചെയ്യുന്നത്. അവർ പഠിക്കാൻ അമേരിക്കയിൽ വിടും. പക്ഷെ പഠിക്കാൻ അമേരിക്കയിൽ വിട്ടാല് അവിടെ അവർ പഠിക്കുന്ന ആ ടെക്നോളജി അതുപോലെ തന്നെ അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ചൈനയിലേക്ക് കടത്തിക്കൊണ്ടുവരണം. ആ കണ്ടീഷനിലാണ് കുട്ടികളെ അവിടെ പഠിക്കാൻ വിടുന്നത്. അപ്പൊ അത് ഒക്കെ കേട്ടിട്ട് നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മൾ എന്താണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ചെയ്യുന്നത് എന്ന് ഓർക്കണം. അങ്ങനെ ഓർക്കുമ്പോഴാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ ദാരിദ്ര്യം നമ്മൾ മനസ്സിലാക്കുക. എങ്ങനെയാണ് ആ ദാരിദ്ര്യം? ഇപ്പൊ ഇതാ ഞാൻ പറഞ്ഞു തരാം, അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്റെ കയ്യിലുണ്ട്. അതായത് ഒരു ബജറ്റില് 1986 ഒരു കോത്താരി കമ്മീഷൻ, എഡ്യൂക്കേഷൻ കമ്മീഷനായിരുന്നു. ഡോക്ടർ S രാധാകൃഷ്ണൻ കമ്മീഷനും ഉണ്ടായിരുന്നു അതിനൊക്കെ മുമ്പ്. അപ്പൊ ഈ 86 കഥ പറയുന്നത്, അന്ന് ഈ കോത്താരി കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് GDPയുടെ 6%
വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെക്കണം, വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം എന്നാണ്. പക്ഷേ എന്താണ് കേരളത്തില്, എന്താണ് എഡ്യൂക്കേഷൻ ഇന്ത്യയില് ഈ കഴിഞ്ഞ 2024-25 ബജറ്റ്, ഇപ്പൊ കഴിഞ്ഞ ഫെബ്രുവരിയിലും കഴിഞ്ഞതിലേ ഉള്ളൂ ബജറ്റ്, എത്രയാണ് മാറ്റിവെച്ചിരിക്കുന്നതെന്ന് നോക്കിക്കോളൂ. അതായത് നമ്മുടെ GDP എത്രയാണ്? ബജറ്റിൽ പ്രതീക്ഷിക്കുന്ന GDP 3,56,97,923 കോടിയാണ്. അതിന്റെ 0.36% എന്ന് വെച്ചാല് 1,28,650 കോടിയാണ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. കോത്താരി കമ്മീഷൻ എന്താ പറഞ്ഞത്? 6%. 6% എന്ന് പറഞ്ഞത് 1986 അതിനുശേഷം നമ്മുടെ പോപ്പുലേഷൻ വർദ്ധിച്ചു, ടെക്നോളജി ഗ്രോ ചെയ്തു, നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ചയ്ക്കും മികവിനും വളരെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ്. എന്നിട്ട് നമ്മുടെ GDPയുടെ 0.36% ആണ് ഈ കഴിഞ്ഞ ബജറ്റില് നിർമ്മല സീതാരാമൻ ഇതിനു വേണ്ടി, എഡ്യൂക്കേഷന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോ നേരെ മറിച്ച് ചൈന എത്രയാ മാറ്റി വെച്ചിരിക്കുന്നത്? നമ്മൾ തൊട്ടു മുമ്പ് ചൈനയെ പറ്റി പറഞ്ഞല്ലോ. ചൈനയുടെ വിദ്യാർത്ഥികൾ അമേരിക്കയിൽ പഠനാവശ്യത്തിന് പോയാൽ അവിടുത്തെ ടെക്നോളജി, അവർ പഠിക്കുന്ന ടെക്നോളജിയും അതിലുപരി മറ്റെന്തൊക്കെ ടെക്നോളജി അവർക്ക് പകർത്തിക്കൊണ്ട് പോകാമോ അതൊക്കെ അവര് അവരുടെ നാട്ടിലേക്ക് പകർത്തിക്കൊണ്ടു പോകും. മറിച്ച് അപ്പൊ എന്തുകൊണ്ടാണ് അതിന് പറ്റുന്നത്? ആ ചൈനയിലെ വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്ന ഊന്നൽ അത്രയും 6% കൂടുതലാണ്. GDPയുടെ 6% കൂടുതലാണ് ചൈന വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത്. ഈ യൂറോപ്യൻ കൺട്രീസ് ഒക്കെ അങ്ങനെയാണ്, അമേരിക്കയും അതുപോലെയാണ്. 6% കൂടുതൽ GDPയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു. അപ്പോഴാണ് ഇന്ത്യയിൽ ഈ വലിയ പുരപ്പുറത്ത് കയറി പ്രസംഗിക്കുന്നവര് മാറ്റിവെച്ചു, അത് ഈ ലോകത്തിന്റെ ഹബ്ബാക്കുമെന്നാ പറയുന്നത്. എന്നിട്ട് മാറ്റിവെച്ചിരിക്കുന്നത് 0.36% ഓഫ് GDP. എങ്ങനെയാണ് പിന്നെ നമ്മുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുക? ഇനി അതുപോലെ തന്നെ കേരളത്തിലേക്ക് വന്നാലോ, കേരളത്തിന്റെ കാര്യം മാത്രം എടുക്കുക. കേരളത്തിന്റെ, അത് കേരളമാണെങ്കിൽ സംസ്ഥാനങ്ങൾ ഇതിൽ കൺകറന്റ് ലിസ്റ്റിലാണ്. അപ്പൊ കേന്ദ്രം കൊടുക്കുന്നത് പോലെ തന്നെയോ അതിൽ കൂടുതലോ സംസ്ഥാനം കൊടുക്കണം. അങ്ങനെയുള്ള കേരളത്തിൽ എത്രയാണ് ഈ 25-26 ബജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്നത്? 26,397.88 കോടി. 26,397.88 കോടി. അതായത് നമ്മുടെ GSDP എത്രയാണ്? നമ്മുടെ GSDP 14,27,145 കോടിയാണ് നമ്മുടെ GSDP. അതായത് സംസ്ഥാന മൊത്ത വരുമാനം 14,27,145 കോടി എന്നാണ് കണക്ക് കൂട്ടിയിരിക്കുന്ന ബജറ്റില്. അപ്പൊ അതിന്റെ 1.84% വിദ്യാഭ്യാസത്തിന് വേണ്ടി കേരളത്തിലും മാറ്റിവെച്ചിരിക്കുന്നത് ബജറ്റിൽ. അപ്പൊ അങ്ങനെ അപ്പൊ ഇവിടെ കേരളത്തിൽ ഒരു 1.84 മാറ്റിവെച്ചിട്ട് കാര്യമില്ല. അതിൽ പ്ലാൻ ഫണ്ട്, നോൺ പ്ലാൻ ഫണ്ട് എന്നുണ്ട്. പ്ലാൻ ഫണ്ട് വളരെ കുറച്ചാണ്. പ്ലാൻ ഫണ്ടാണ് വിദ്യാഭ്യാസത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചറിനും മറ്റു ക്വാളിറ്റി നിലവാരത്തിനും ഒക്കെ ആയിട്ട് ചെലവഴിക്കുന്നത്. നോൺ പ്ലാൻ ഫണ്ട് ശമ്പളം കൊടുക്കാനാണ് പോകുന്നത്. വിദ്യാഭ്യാസത്തിന് മാറ്റിവെച്ചിരിക്കുന്ന നോൺ പ്ലാൻ ഫണ്ട് ശമ്പളം കൊടുക്കാനാണ് പോകുന്നത്. അപ്പൊ പ്ലാൻ ഫണ്ട് മാത്രം, അത് വളരെ തുച്ഛമായ തുകയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ഹെൽത്ത് സെക്ടർ എന്തോരം സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് വിദ്യാഭ്യാസത്തിന്റെ ഒരവസ്ഥ. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നോക്കൂ, പേറ്റന്റ് ഫയലിങ്സ്, എത്ര പേറ്റന്റ് ആണ് ഇന്ത്യ? അതായത് നമ്മൾ ഓർക്കണം, ഒരു 146,39,00,000 ജനങ്ങൾ, ഒന്നാമത്തെ ജനസംഖ്യയുള്ള രാജ്യം. ഇവിടെ വിദ്യാഭ്യാസം നല്ലവണ്ണം കൊടുത്താൽ നമുക്ക് അറിയാം, പഴയ കാലം തന്നെ, ആ പഴയ കാലത്ത് തന്നെ തക്ഷശില പോലെയുള്ള വിദ്യാ കേന്ദ്രങ്ങൾ ഈ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ലോകോത്തര വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്ന ഇന്ത്യയാണ് ഇപ്പോഴിങ്ങനെ താഴേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റ് വേണ്ട രീതിയിൽ വർദ്ധിപ്പിച്ചാൽ മാത്രമേ, പക്ഷെ 2020 പോപ്പുലേഷൻ ഒരു എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവന്നിട്ടുണ്ട് ഗവൺമെന്റ്. ആ എഡ്യൂക്കേഷൻ പോളിസി എന്താണ് ചെയ്യുന്നത്? ആ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് ഒരു എന്താ പറയുക, ഹിന്ദുത്വവൽക്കരണം, വിദ്യാഭ്യാസത്തെ ഹിന്ദുത്വവൽക്കരിക്കാനുള്ള സർവത്ര ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മളെ ഏതാനും നൂറ്റാണ്ടുകൾ പിറകിലോട്ട് ഇവിടുത്തെ വിദ്യാർത്ഥികളെ നമ്മൾ ടെക്നോളജിയിൽ AI ഒക്കെ ഉപയോഗിച്ച് എടുത്തു ചാടിക്കൊണ്ടിരിക്കുകയാണ് ലോകം. അങ്ങനെ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ വിദ്യാർത്ഥികളെ
തക്ഷശിലയുടെ യുഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ തിരിച്ചടികൾ ഉള്ള കാലത്ത്, അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ വലിയ തുച്ഛമായ തുക മാത്രമാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം സത്യ നദെല്ല, സുന്ദർ പിച്ചൈ, ഇവരൊക്കെ IT സെക്ടറിന്റെ തലപ്പത്താണ് US. അവരൊക്കെ ഇന്ത്യക്കാരാണ്. അതുപോലെ തന്നെ സാം പിത്രോദ, ഇതിനോടകം 100-ലധികം പേറ്റൻസ് സാം പിത്രോദ, പാറ്റ്നക്കാരനാണെന്ന് തോന്നുന്നു, അദ്ദേഹം നേടിയിട്ടുണ്ട്. അങ്ങനെ വളരെ അതുപോലെ നമുക്കറിയാം നമ്മുടെ നോബൽ ലോറേറ്റ്സ്, ശാസ്ത്രത്തിനുള്ള ഫിസിക്സിനും ഒക്കെയുള്ള നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള എല്ലാ ഇന്ത്യക്കാരും, അതായത് തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ പോയിട്ടുള്ള ഇന്ത്യക്കാരും, അവരൊക്കെ അമേരിക്കയിലോ ഒട്ടുമിക്കവരും അമേരിക്കയിൽ വെച്ച് തന്നെയാണ് അവരുടെ ഗവേഷണങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയതും നോബൽ പ്രൈസിന് പിന്നെ അർഹരായതും. അപ്പം എന്ന് വെച്ചാൽ അവർക്കൊക്കെ ഇവിടെ സാഹചര്യങ്ങൾ കിട്ടുമായിരുന്നെങ്കിൽ അവർ മാത്രമല്ല, അതുപോലെ വേറെ എത്രയോ പേര് അതുപോലെയുള്ള കണ്ടുപിടുത്തങ്ങളും പേറ്റൻസും ഒക്കെ ആയിട്ട് മുന്നേറിയാണ്. പക്ഷേ ഇവിടെ R&Dക്ക് കൊടുക്കുന്ന താല്പര്യം എന്താണ്, പ്രാധാന്യം എന്താണ്? അതാണ് വളരെ വളരെ അപ്രസക്തമായ പ്രാധാന്യമാണ് ഇവിടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് കൊടുക്കുന്നത്. എന്താണ് കൊടുക്കുന്നത്? ഇന്ത്യ GDPയുടെ 0.67% ആണ് R&Dക്ക്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ ബജറ്റില് 0.67% റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടി. നമുക്ക് ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിൽ എന്തുമാത്രം മാറ്റങ്ങൾ ആവശ്യമാണ്. കേരളത്തിലേക്ക് തന്നെ വരൂ. കേരളത്തിൽ അനുദിനം പുതിയ പുതിയ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ മസ്തിഷ്ക ജ്വരം, അതൊക്കെ വലിയ പേടി സ്വപ്നമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 44 പുഴകളിലെയും ജലം മലിനമാക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ മസ്തിഷ്ക ജ്വരം പോലെയുള്ള രോഗങ്ങളൊക്കെ സർവ്വസാധാരണമാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുക. അപ്പൊ അതിനൊക്കെ നല്ല പ്രതിവിധി കണ്ടെത്താൻ, വളരെ കൃത്യമായ പ്രതിവിധി കണ്ടെത്താൻ നമ്മുടെ ഡോക്ടേഴ്സിന് കഴിയും. പക്ഷേ ഈ R&Dക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന തുക ഇത്ര തുച്ഛമാണ് എങ്കിൽ എന്താണ് ഇന്ത്യയില്, കേരളത്തില് നടക്കുക? അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പൊ അതേ സമയത്ത് US നമ്മളിവിടെ 0.67% GDPയുടേത് R&Dക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ US 3.5% മാറ്റിവെക്കുന്നു. അവരുടെ GDPയുടെ ഓർക്കണം. US GDP എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇപ്പോ $33 ട്രില്യൺ ആണ് US GDP. അതിന്റെ 3.5% ആണ് R&Dക്ക് വേണ്ടി ചെലവഴിക്കുന്നത് എന്ന് ഓർക്കണം. അതുപോലെ ചൈന 2.5%, ഇന്ത്യ ചെലവഴിക്കുന്ന 0.67%, എത്ര മടങ്ങ് കൂടുതലാണ് ചൈന R&Dക്ക് വേണ്ടി ചെലവഴിക്കുന്നത് എന്ന് നോക്കണം. അപ്പൊ അങ്ങനെ R&Dക്ക് വേണ്ടി ചെലവഴിച്ചാൽ മാത്രമേ നമ്മുടെ വിദ്യാഭ്യാസ രംഗം ഗവേഷണത്തിലേക്കും കണ്ടുപിടുത്തങ്ങളിലേക്കും ഒക്കെ മാറുകയുള്ളൂ. ഇപ്പൊ തന്നെ എന്നിട്ട് പോലും ഇത്ര കുറച്ചു മാത്രം സൗകര്യങ്ങൾ കൊടുത്തിട്ട് പോലും നമ്മുടെ ധിഷണാശാലികളായ യുവജനമായിരിക്കണമെന്നില്ല, പ്രായമായവരും ആകാം. നോബൽ ലൊറേറ്റ്സ് ഒക്കെ ശരിക്കും നല്ല പ്രായമൊക്കെ ആവുമ്പോഴാണ് പലപ്പോഴും അവരുടെ കണ്ടുപിടുത്തങ്ങളോ ഗവേഷണങ്ങളോ ഒക്കെ കണ്ടുപിടുത്തങ്ങളിലേക്ക് എത്തിച്ചേരുന്നതും അങ്ങനെ പേറ്റൻസ് ഒക്കെ എടുക്കുന്നതും. അങ്ങനെ പേറ്റന്റിന്റെ കാര്യം എടുക്കുക, പേറ്റന്റ് ഫയലിങ്സ് എടുക്കുകയാണെങ്കിൽ 2022 വരെ ഇന്ത്യയിൽ നിന്ന് 20%, ലോകത്തിൽ ആകെ പേറ്റന്റിന് അപ്ലൈ ചെയ്യുന്നതിൽ 20% താഴെ ആപ്ലിക്കേഷൻസ് മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് ഉണ്ടായിരുന്നത് 2022 വരെ. പക്ഷെ 2022 ശേഷം വലിയ ഒരു കുതിച്ചുചാട്ടം. എത്രയാണ്? 2023 57% പേറ്റന്റ് ആപ്ലിക്കേഷൻസും ഇന്ത്യയിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്നറിയുന്നത് തീർച്ചയായിട്ടും നമുക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അതായത് 57% പേറ്റന്റ് ആപ്ലിക്കേഷൻസും ഇന്ത്യയിൽ നിന്നാണ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ IIT മദ്രാസ് അതിന്റെ കഴിഞ്ഞ 2022-23 156 പേറ്റൻസ് ആണ് ആപ്ലിക്കേഷൻസ് ആണ് നേടിയത്, പേറ്റന്റ് നേടുകയത് എങ്കിൽ 2022-23 കാലഘട്ടത്തിൽ 2023 300 പേറ്റന്റ് നേടി. അപ്പൊ പേറ്റന്റ് നേടുന്ന കാര്യത്തില്, ഗവേഷണത്തിന്റെ കാര്യത്തില് ഇന്ത്യൻ IIT-കളും ഒക്കെ കുതിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ ആ കുതിപ്പിന് ആക്കം കൂടും R&Dയിൽ വേണ്ടത്ര ഇൻവെസ്റ്റ്മെന്റ് വന്നാൽ. അതും നമ്മൾ മറന്നുകൂടാ. പക്ഷെ കേരളത്തിലും IIT ഉണ്ട്, NIT ഉണ്ട്, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുകളുണ്ട്, ശാസ്ത്രീയ മെഡിക്കൽ കോളേജുകളുണ്ട്, പിന്നെ ബയോ ടെക്നോളജി വകുപ്പുകളുണ്ട്.
ഇവിടെയൊക്കെ ധാരാളം ഗവേഷണ സാധ്യതകളുണ്ട്. പല പുതിയ തരം രോഗികളും മസ്തിഷ്ക ജ്വരം പോലെയുള്ളതും കേരളത്തിലുണ്ട്. അപ്പൊ ഗവേഷണ സന്നദ്ധത ഉള്ളവരുണ്ടെങ്കിൽ ധാരാളം സാധ്യതകളും കേരളത്തിലുണ്ട്. പക്ഷേ ഒന്നാണ് വേണ്ടത്, അവിടെ മൂലധന നിക്ഷേപം, R&Dയിലേക്കുള്ള നിക്ഷേപം തീർച്ചയായിട്ടും കേരളത്തിൽ വേണ്ടതുപോലെ വരണം. ഇപ്പൊ IIT ബോംബെയുടെ കാര്യം തന്നെ എടുക്കുക. IIT ബോംബെയില് ഓൾറെഡി 2023-24 തന്നെ 421 പേറ്റൻസ് ആണ് ഗ്രാന്റ് ചെയ്തത്. അപ്പൊ അങ്ങനെ ഉള്ള നമുക്ക് ഇവിടെ IIT ഉണ്ട്. അതുപോലെയുള്ള IITകളും ഒക്കെ വേണ്ട രീതിയിൽ NIT ഒക്കെ നന്നായി പ്രവർത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, പക്ഷെ അവിടേക്ക് നല്ല മോട്ടിവേഷൻ വേണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് മേഖലയിലെ അധ്യാപകരാണെങ്കിലും അവർ ആ മേഖലയിൽ സ്യൂട്ടബിൾ ആണോ, അവരെന്ത് സംഭാവന ചെയ്യുന്നു, അതോ വെറുതെ ശമ്പളവും വാങ്ങി മറക്കസിയാന്നും പറഞ്ഞിരുന്ന് കടന്നു പോവുകയാണോ എന്നറിയാനുള്ള സൗകര്യങ്ങൾ, അതായത് നിരീക്ഷണങ്ങൾ ഉണ്ടാകണം. അങ്ങനെ നിരീക്ഷണങ്ങളോട് കൂടി മുന്നോട്ട് പോയാൽ മാത്രമേ ഇതൊക്കെ വേണ്ട രീതിയിൽ വളർന്ന്, അതായത് വിദ്യാഭ്യാസം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ, അതായത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ തുടങ്ങേണ്ട ഒന്നാണ്. അങ്ങനെ തുടങ്ങി മരണം വരെ തുടർന്നു പോകേണ്ട ഒന്നാണ്. വിദ്യാധനം സർവധനാൽ പ്രധാനം. നമ്മൾ എപ്പോഴും ഓർക്കണം, ഏത് ധനവും മോഷ്ടിച്ചു പോകപ്പെടാം, പക്ഷേ നമ്മുടെ മസ്തിഷ്കം ഉള്ളിടത്തോളം വിദ്യാധനം മോഷ്ടിച്ചു പോകപ്പെടുകയില്ല. അത് ധനമായി തന്നെ ഇരിക്കും. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് എല്ലാ കാലത്തും അവർക്ക് കരുത്തു പകർന്നുകൊണ്ട് മാതാപിതാക്കളും അതിനുശേഷം അധ്യാപകരും അങ്ങനെ തന്നെ ഇപ്പൊ നല്ല പ്രസ്ഥാനങ്ങളിലൊക്കെ, നല്ല ഗവേഷണ കേന്ദ്രങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർ തമ്മിലുള്ള സഹകരണം, ഗവേഷകർ തമ്മിലുള്ള സഹകരണം, അങ്ങോട്ടും ഇങ്ങോട്ടും പാര വയ്ക്കുകയും കുതികാല് വെട്ടുകയും ചെയ്യല്ല വേണ്ടത്. പരസ്പര സഹകരണത്തോടെ മുന്നേറണം. ഓരോരുത്തർക്കും എന്ത് സഹായമാണ് ഇതരനിൽ നിന്ന് വേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറുവാൻ കഴിയണം. അങ്ങനെ മുന്നേറുകയാണെങ്കിൽ ഈ ഏറ്റവും വലിയ പോപ്പുലേഷനുള്ള ഇന്ത്യ, ആ പോപ്പുലേഷനെ തന്നെ ഏറ്റവും വലിയ ധനമാക്കി മാറ്റുന്ന ഒരവസ്ഥ സംജാതമാകട്ടെ. അതിന് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെയും അതുപോലെ തന്നെ ടാഗോറിന്റെയും ഒക്കെ ആത്മാക്കൾ നമ്മളെ സഹായിക്കട്ടെ, നമുക്ക് നേതൃത്വം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിത് നിർത്തുകയാണ്.